നികേഷ് ചേട്ടാ, നമുക്ക് ഇന്നൊരു അതിഥി ഉണ്ടല്ലേ? നമ്മുടെ വിജിൻ MLA. അതെ, നമ്മുടെ കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA വീണ്ടും ഒരു രണ്ടാം അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ വിജിൻ MLA? അതെ, പിണറായി സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി കല്യാശ്ശേരിയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. അതെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ഇന്ന് MLA ആയി നിൽക്കുകയാണ് അല്ലെ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വിജിൻ MLA കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തണ്ടേ, പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് MLAയുമായി സംസാരിക്കാം. അപ്പോൾ അഞ്ജലി, നമ്മുടെ വിജിൻ MLA ആക്കിയ ഒരു ക്യാമ്പസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, പയ്യന്നൂർ കോളേജിൽ. ഇവിടുത്തെ യൂണിയൻ ചെയർമാനായിരുന്നു, അതുപോലെ തന്നെ ബാലസംഘത്തിലൂടെ കടന്നു വന്ന് അല്ലേ SFIയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി 5 വർഷം നമ്മുടെ കല്യാശ്ശേരിയുടെ MLA ആയി. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കല്യാശ്ശേരിയിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്താണ് പറയാനുള്ളത് MLA? ഇവിടെ തീർച്ചയായും പയ്യന്നൂർ കോളേജിലെ ക്യാമ്പസിലേക്ക് വരിക എന്നത് എപ്പോഴും സന്തോഷം പകരുന്ന ഒന്നാണ്. കാരണം 3 വർഷത്തെ ക്യാമ്പസ് ജീവിതം അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഒരു 30 വർഷത്തെ ക്യാമ്പസ് ലൈഫായിട്ട് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. അത്രമാത്രം സ്നേഹിച്ച ഒരിടമാണ് ഈ പയ്യന്നൂർ കോളേജിൻ്റെ ക്യാമ്പസ്. അപ്പോൾ നമ്മളെല്ലാം രൂപപ്പെടുന്നത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാലസംഘത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. ബാലസംഘത്തിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റ് മുതൽ എല്ലാ സ്ഥാനങ്ങളിലും, അങ്ങനെ യൂണിറ്റ് സെക്രട്ടറി, വില്ലേജ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ പ്രസിഡൻറ്റ്, സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി. ഒരുപക്ഷെ ബാലസംഘത്തിൻ്റെ ഇത്രയും സ്ഥാനങ്ങളിലിരുന്ന മറ്റൊരാൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത്രയും ബാലസംഘത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്രയും ചുമതലകൾ നിർവഹിച്ചു. അതിനുശേഷമാണ് SFIയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, ഏരിയ പ്രസിഡൻറ്റ്, ജില്ലാ പ്രസിഡൻറ്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി വരെയുള്ള സ്ഥാനങ്ങൾ SFIയിലും വഹിച്ചു. ഇപ്പോൾ DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, CPMൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ആ രാഷ്ട്രീയ ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കല്യാശ്ശേരിയുടെ MLA ആയി പാർട്ടി ചുമതലപ്പെടുത്തിയ പ്രകാരം 5 വർഷം ഈ നാടിനോട് ചേർന്ന് നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ്. അതിൽ 2011 കല്യാശ്ശേരി മണ്ഡലം രൂപീകരിക്കുന്നത്. അപ്പോൾ രാജേഷ് ഷാട്ടനിൽ നിന്ന് തുടങ്ങി, കാരണം 2011 മത്സരിക്കുന്നത് രാജേഷ് ഷാട്ടനാണ്. അപ്പോൾ രാജേഷ് ഷാട്ടൻ്റെ 10 വർഷം, അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് 2021 മുതൽ 2026 വരെ കല്യാശ്ശേരി MLA ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജേഷ് ഷാട്ടൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തീർച്ചയായും അദ്ദേഹവും മണ്ഡലത്തെ അങ്ങേയറ്റം നോക്കി നമ്മുടെ മുന്നിലൊരു മാതൃകയായി നിൽക്കുകയാണ്. അപ്പോൾ ആ മാതൃകയിൽ തന്നെ തുടർന്ന് ഈ 5 വർഷക്കാലം കല്യാശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ പറ്റി. ഈ 2ാം ഗവൺമെൻറ് കാലത്ത് മാത്രം വലിയ വികസനങ്ങൾ നടന്നിട്ടുള്ള മണ്ഡലമാണ്. 1400 കോടി. നമുക്കറിയാം, കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി ഉപരോധം കേരളത്തോട് തീർത്തൊരു ഘട്ടം കൂടിയാണ്. എന്നിട്ടും പിണറായി സർക്കാർ കല്യാശ്ശേരി മണ്ഡലത്തെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഈ 10 വർഷക്കാലം, പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലം 3000 കോടിയുടെ വികസനം നടന്ന മണ്ഡലമാണ് കല്യാശ്ശേരി. സമാനതകളില്ലാത്ത വികസനം, അത് ഓരോ മേഖലയിലും ഏറ്റവും അഭിമാനത്തോടെ ഇപ്പോൾ കല്യാശ്ശേരി. അതായത് നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വേർതിരിച്ച് പറയാൻ വേണ്ടി പറ്റുമല്ലോ, ഓരോ മേഖലയിലും. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മളെ മണ്ഡലത്തിലുള്ള ഒരു സ്ഥാപനമാണല്ലേ. ആരോഗ്യ മേഖലയിൽ എത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇതിപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രം. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 262 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. 2019 മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നത്. പിന്നീട് 2 വർഷം കോവിഡ് ഹോസ്പിറ്റലായി. പിന്നീട് പൂർണ്ണമായും മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ K. രാജൻ അദ്ദേഹം ഓൺലൈനായിട്ട് ആശ്വാസ് വാടക വീട്, അത് മെഡിക്കൽ കോളേജിൽ വരുന്ന ഓരോ ജനങ്ങളുടെയും ഒരു വലിയ ആവശ്യമായിരുന്നു. കാരണം കൂട്ടിരിപ്പുകാർക്ക് താമസിക്കാൻ ഒരു സൗകര്യമില്ല. ഇപ്പോൾ ഒരു 106 പേർക്ക് ഒരേ സമയം താമസിക്കാൻ പറ്റുന്ന ഡോർമെട്രി സംവിധാനത്തും ആശ്വാസ് വാടക വീട് 6 കോടി രൂപയ്ക്ക് അത് പൂർത്തീകരിച്ച് കൊടുത്തു. MLA ഫണ്ടിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു കമ്പാഷനേറ്റ് സ്പേസ് എന്നൊരു ആശയം, അത് ലോകമെമ്പാടും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, കമ്പാഷനേറ്റ് സ്പേസ് എന്നത്. അപ്പോൾ കമ്പാഷനേറ്റ് സ്പേസ് എന്ന പേരിൽ തന്നെ മെഡിക്കൽ കോളേജിൽ MLA ഫണ്ടിൽ കൂട്ടിരിപ്പുകാർക്ക് ഇരിക്കാൻ അതിമനോഹരമായ ഗാർഡനും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ ഒരു കേന്ദ്ര MLA ഫണ്ടിൽ തന്നെ തയ്യാറാക്കി കൊടുത്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 34 കോടിയുടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എമർജൻസി കെയർ യൂണിറ്റ് അവിടെ ഇപ്പോൾ 25 കോടിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ട്രോമ കെയർ ഇപ്പോൾ 125 കോടിയുടെ ആദ്യ ഫേസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഓരോ മാറ്റങ്ങൾ, ഇപ്പോൾ
MRI തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യേണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. 13.5 കോടി രൂപയുടെ MRI മെഷീൻ അത് മെഡിക്കൽ കോളേജിൽ നേരത്തെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പൂർണ്ണമായും നമ്മുടെ മെഡിക്കൽ കോളേജ്, അത് ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമായിരുന്നു. അപ്പോൾ 13.5 കോടിക്ക് ഏറ്റവും ലേറ്റസ്റ്റായ MRI മെഷീൻ അത് തിങ്കളാഴ്ച അതിൻ്റെ ഉദ്ഘാടനം വെച്ചു. പക്ഷേ ഞായറാഴ്ച വൈകിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ലിനാക് മിഷൻ, ഞാൻ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ, കാരണം അവിടുത്തെ ഡോക്ടർമാരും ഒക്കെ രോഗികളൊക്കെ പറഞ്ഞൊന്നാണ് ഈ ലിനാക് മിഷൻ. അതിനൂതനമായ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മിഷനറിയാണ്. 25 കോടി രൂപയാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ പാസ്സായി, അതിൻ്റെ ഫണ്ട് അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ നമുക്ക് ലിനാക് മിഷനും മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്. അതോടൊപ്പം മെഡിക്കൽ കോളേജിൻ്റെ ഓരോ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പറ്റി. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ MLA ആയതിനു ശേഷം നിരന്തരമായി നമ്മുടെ നെഫ്രോളജിയും യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടർമാരുമായി നമ്മുടെ സൂപ്രണ്ട് പ്രിൻസിപ്പളും ഒക്കെ ചർച്ച ചെയ്ത് നമ്മുടെ മന്ത്രിയുടെ പിന്തുണയോടുകൂടി എടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ അത് നമുക്ക് അംഗീകാരം ലഭിച്ചു, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രൈവറ്റ് പോയാൽ ലേലം വിളിയാണ്, 60, 70 ലക്ഷം, 80 ലക്ഷം സൗജന്യമായിട്ട്, ഡോണർ ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് സജ്ജാണ്. അങ്ങനെ പാവപ്പെട്ടവൻ്റെ ആരോഗ്യ മേഖലയിലുള്ള ഒരു ആശ്രയമായി നമ്മുടെ മെഡിക്കൽ കോളേജിനെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പരിഹാരത്ത് ആരംഭിച്ചിട്ടുണ്ടോ? അത് ഇല്ല, അത് നമ്മുടെ ഇപ്പോൾ അത് വരികയാണ്. ട്രോമ കെയർ വരുന്നതോടുകൂടി നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി മുഴുവൻ ഒരു യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ 25 കോടിക്ക് പ്രവർത്തനം ആരംഭിച്ചത്, ഇപ്പോൾ ആക്സിഡൻറ്റ് കേസുകളൊക്കെ കൂടുതലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത്ര എമർജൻസി കേസുകളെ പ്രത്യേകമായി ഹാൻഡിൽ ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങി. 25 കോടി രൂപയിൽ തുടങ്ങി. ഇനി നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ ട്രോമ കെയർ സംവിധാനങ്ങൾ, അതിൽ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഒരു പുതിയ ബ്ലോക്ക് ആശയം എന്നതിലേക്ക് പോകുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് വികസനം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ 15 കോടിയുടെ, ഇപ്പോൾ 9 കോടിക്ക് കെട്ടിടം പൂർത്തിയായി. നമ്മളിപ്പോൾ അമ്മയും കുഞ്ഞു ആശുപത്രി, അതിലിപ്പോൾ ബാക്കി തുകക്ക് ഇപ്പോൾ 5 കോടി രൂപ കൂടി നമ്മൾ വെച്ച് 14 കോടി രൂപയ്ക്കാണ് പൂർത്തിയാവുന്നത്. അതിലിപ്പോൾ OT ഉൾപ്പെടെയുള്ള സംവിധാനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഉദ്ഘാടനം ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണ സജ്ജമായി നമുക്ക് ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാൻ പറ്റും അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ആയുർവേദ കോളേജിൽ നേരത്തെ രാജശണ്ഠ കാലത്ത് തന്നെ തുടക്കം കുറിച്ചതാണ് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ. അതിപ്പോൾ പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, ഇനി ആയുർവേദ രംഗത്തും ഇനി അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് പ്രസവം നടത്താനുള്ള സംവിധാനമൊക്കെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ, അതുപോലെ ഇന്ത്യയിലെ ആദ്യ സ്വന്തമായ IND ഹോസ്പിറ്റൽ ആയുർവേദ മേഖലയിൽ വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലാണ്, ആയുർവേദ കോളേജിലാണ്. അവിടെയും പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യരംഗത്ത് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ചെയ്യാനുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ റോഡുകളും പെയിൻറ്റിങ് അങ്ങനെ മെയിൻ്റെനൻസും നമ്മൾ അതിൻ്റെ കാലത്ത് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനകരമായ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കായിക രംഗം എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് കായികക്ഷമതയുള്ള കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. കല്യാശ്ശേരി മണ്ഡലത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനായി MLAയുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ ഒരു 31-ാം വയസ്സിലാണ് ഞാൻ MLA ആയി വരുന്നത്. തീർച്ചയായും ഒരു യുവത്വത്തിൻ്റെ പ്രായത്തിലാണ്. അപ്പോൾ അതിൽ യൂത്തിന് വേണ്ടിയിട്ട് പ്രധാനമായും ഈ ഡെവലപ്മെൻറ്റെല്ലാം അവർക്ക് കൂടി വേണ്ടിയാണ്. പക്ഷെ എങ്കിൽ പോലും കായിക മേഖലയിൽ വ്യക്തിപരമായി എനിക്ക് ഈ സ്പോർട്സിനോട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. കാരണം ഞാനും നമ്മുടെ നാട്ടിൻപുറത്ത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നല്ല കളിക്കുകയും മറ്റേ കളിക്കാൻ ടൂർണമെൻറ്റുകളിലൊക്കെ പോകുക, അങ്ങനൊരു ഫുൾ ടൈം നമ്മുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് കണ്ടത്തിലെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുട്ബോളിൽ ക്രിക്കറ്റിലും അത്യാധുനികം, കാരണം എനിക്ക് തന്നെ അറിയാം എൻ്റെ കൂടെ കളിച്ച എത്രയോ നല്ല താരങ്ങളുണ്ട്. അവരൊക്കെ ആ കണ്ടത്തിലെ ബോളിൽ കളിച്ചല്ലാതിരുന്നെങ്കിൽ, ഒരു നല്ല പ്രാക്ടീസ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഒരുപക്ഷെ കേരളമോ ഇന്ത്യയോ ഒക്കെ ശ്രദ്ധയപ്പെടുന്ന താരങ്ങളായി മാറിയേനെ. നിരവധി പേരുണ്ട്. അത് എൻ്റെ ഒപ്പരം എന്ന് മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് അക്കാഡമികളാണ്. കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ നമ്മൾ മെസ്സിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, മെസ്സിയുടെ മുത്തശ്ശി ബാഴ്സലോണ എന്ന അക്കാഡമിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് മെസ്സി എന്ന് പറയുന്ന ഒരു താരലോകത്തിന് ലഭിച്ചത്. അത്തരം അക്കാഡമികൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ വേണം. അപ്പോൾ അങ്ങനെയൊരു സ്വപ്നത്തിലാണ് ഞാൻ നിരന്തരമായി ഇടപെട്ടു. ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു അക്കാഡമി നമുക്ക് ലഭിച്ചു, കല്യാശ്ശേരിക്ക് ലഭിച്ചു. കല്യാശ്ശേരി ക്രിക്കറ്റ് അക്കാഡമി എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. നെറ്റ്സിൽ തന്നെ പ്രാക്ടീസ്, നമ്മളതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കുഞ്ഞുമക്കൾ, ചെറിയ കുട്ടികൾ. അവർ ചെറുപ്പത്തിൽ തന്നെ അതിൽ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ നല്ല താരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളത് ആദ്യം എല്ലാം സെറ്റ് ചെയ്ത് വന്നത്
നമ്മുടെ പാളയം ഗ്രൗണ്ടിലായിരുന്നു. പിന്നീട് അവിടെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായപ്പോൾ നമ്മളിപ്പോൾ അത് ചെറുകുന്ന് ഗ്രൗണ്ടിലേക്ക് അതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് നടപടി നടക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അക്കാഡമി നമ്മൾ ആരംഭിക്കും. ഒരു പിങ്ക് ഫുട്ബോൾ അക്കാഡമി പെൺകുട്ടികൾക്കായി. നമുക്കറിയാം നമ്മുടെ നാട്ടുകാരിയായ പ്രിയ നമുക്ക് അഭിമാനമാണ്. അവരാണ് ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇപ്പം വനിതാ ടീമിൻ്റെ കോച്ചാണ്. വെങ്ങര സ്വദേശിയാണ്. അപ്പോൾ അവർ നമ്മളൊരു മുഖ്യ പരിശീലക. അവർ മറ്റു ഒരു അർത്ഥത്തിലൊരു സേവനം എന്ന രീതിയിൽ മണ്ഡലത്തിൻ്റെ ഒരു കായിക സ്വപ്നത്തിന് ഒരു മുഖ്യ പരിശീലകയായി നിൽക്കാം, അതിൻ്റെ ഒരു രക്ഷാധികാരിയായി നിൽക്കാം. അവരുടെ ഒരു രക്ഷാധികാരത്തിൽ നമ്മുടെ ഒരു പിങ്ക് ഫുട്ബോൾ അക്കാഡമി അത് തുടങ്ങി. നമ്മളിപ്പോൾ അതും ചെറുകുന്നിലാണ് നമ്മൾ ഹോം ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികൾ ഫുട്ബോൾ രംഗത്ത് കടന്നു വരിക എന്ന് പറയുന്നത് അതെ അത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് പെൺകുട്ടികൾക്കായിട്ടൊരു ഫുട്ബോൾ അക്കാഡമി വേണം എന്നത്. ഞാനത് പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് അക്കാഡമികൾ പെൺകുട്ടികളുണ്ട്. പക്ഷേ അത് ഞാൻ പ്രത്യേകമായി പറയാൻ, ഞാൻ MLA ആയി വന്ന ഉടനെ എനിക്ക് തോന്നുന്നു മാടായി ഗേൾസിലത്തെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ എരിപുരം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ സ്പീഡിൽ വന്നിട്ട് ആൺകുട്ടികൾക്ക് ഒരുപാടുണ്ട്, ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കാനോ ഒന്ന് സംസാരിക്കാനോ പോലും പറ്റിയിട്ടില്ല, ഓടിപ്പോയി. പക്ഷേ അതിൽ നിന്നൊരാശയത്തിൽ നിന്നാണ് പിങ്ക് ഫുട്ബോൾ അക്കാഡമി എന്നൊരു ആശയം. അതിപ്പോൾ ആരംഭിച്ചു. 11 അത്യാധുനികമായ ഗ്രൗണ്ടുകൾ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ, അവിടെ ഫുട്ബോൾ ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്യാശ്ശേരിയിൽ അതിമനോഹരമായ ടർഫ് കോർട്ട് 3 കോടി രൂപയിൽ 7 കോടിയാണ് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ 11 അത്യാധുനികമായ ഗ്രൗണ്ടുകളുടെ നവീകരണം നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പഠിച്ചൊരു ക്യാമ്പസാണ് പയ്യന്നൂർ കോളേജ്. അപ്പോൾ പയ്യന്നൂർ കോളേജിൽ ഞാൻ മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയ മേഖലയിൽ അതിലിപ്പോൾ ജോൺ ബിട്ടാസ് ഉണ്ട്, KC വേണുഗോപാലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഖേലോ ഇന്ത്യയുടെ ഒരു പദ്ധതി, അതിൻ്റെ ഒരു പ്രൊപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അതും പയ്യന്നൂർ കോളേജിന് മാത്രമല്ല ഈ നാടിനും ഒരു ഉപകാരപ്പെടുന്ന അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ കായിക രംഗത്ത് നടത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നടത്താനുണ്ട്. അപ്പോൾ ഞാൻ അഭിമുഖം നീണ്ടുപോകുന്നതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു ലോക വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യയിൽ സോച്ചിയിൽ പോയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് കുറച്ചകലെ എപ്പോൾ രാവിലെ ചെറിയ അംഗനവാടി പ്രായമുള്ള മക്കളുടെ കൈപിടിച്ചിങ്ങനെ രക്ഷിതാക്കൾ എപ്പോഴും ഞങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് നോക്കിയപ്പോൾ കാർ റേസിംഗ് പഠിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ കാറുകൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം വലിയ സാധ്യതകൾ ഒറ്റയടിക്ക് അതിലേക്ക് എന്നുള്ളതല്ല, അങ്ങനെ പുതിയ മേഖലകളിൽ കൂടി കായിക സ്വപ്നങ്ങൾ കൊണ്ടുവരണം എന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനുള്ളൊരു ശ്രമം തീർച്ചയായും വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് കൂടി കടന്നു പോകണമെന്നുണ്ട്. അപ്പോൾ MLAയുടെ കലാലയ ജീവിതത്തിൽ അല്ലേ പയ്യന്നൂർ കോളേജിന് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ആ പയ്യന്നൂർ കോളേജിൻ്റെ ആ വരാന്തയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അഞ്ജലി, അപ്പോൾ എന്താണ് ചോദിക്കാനുള്ളത് MLAയോട്? ഈ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ തട്ടത്തിമറയത്ത് സിനിമയിൽ പറഞ്ഞ പോലെ പ്രണയമാണല്ലോ മെയിൻ. അപ്പോൾ MLAക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രണയം നീയാണ് ജീവിതത്തിൻ്റെ പാർട്ട്ണറായിട്ട് കൂടെ ഉള്ളത്. അശ്വതി എൻ്റെ ജൂനിയറായിരുന്നു, പയ്യന്നൂർ കോളേജ് ജൂനിയറായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. പക്ഷേ നേരത്തെ സാധാരണ ഈ മരം ചുറ്റി പ്രണയം മോശമൊന്നും എൻ്റെ അഭിപ്രായത്തിലില്ല. പക്ഷേ പ്രണയം ഒരു വ്യത്യസ്തമായ പ്രണയമായിരുന്നു. നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല ധാരണയുണ്ടായിരുന്നു. ഞാനപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനും ഇവിടുത്തെ SFIയുടെ പ്രവർത്തകനൊക്കെ ആയിരുന്നു. അപ്പോൾ വളരെ ചുരുക്കം ആളുകൾക്കറിയുന്ന ഒരു സൗഹൃദ സ്നേഹമായിരുന്നു. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു മണ്ണ് കൂടിയാണ് ഈ പയ്യന്നൂർ കോളേജ്. നീണ്ട 10 വർഷക്കാലം അത് തുടർന്നു. 10ാം വർഷമാണ് കല്യാണം കഴിച്ചത്. അവളിപ്പോൾ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഏതായാലും ജീവിതത്തിൻ്റെ പാതിയെ തന്നതും പയ്യന്നൂർ കോളേജായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഈ ക്ലാസ് മുറികളാണ്, ഇത് മെയിൻ ബ്ലോക്കിലാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് ക്യാമ്പയിൻ, കാരണം നമ്മുടെ പ്രസംഗത്തിൻ്റെ ഒരു പരിശീലന കേന്ദ്രം യഥാർത്ഥത്തിൽ പയ്യന്നൂർ കോളേജായിരുന്നു. കാരണം പയ്യന്നൂർ കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ രാവിലെ ഉച്ചക്കൊക്കെ ക്ലാസ് ക്യാമ്പയിൻ ചെയ്യും. അത് ഓരോ വിഷയങ്ങളും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഠിക്കും. കാരണം ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പിന്നീട് അതൊരു ആവേശമായി. അപ്പോൾ ക്ലാസ് മുറി കയറി പിന്നെന്ന് വെച്ചാൽ SFIക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ കുട്ടികൾ ഒന്നും തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തൊക്കെ. പക്ഷെ ഇവിടെ നിന്നാണ് പരിശീലിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആളുകളുടെ മുന്നിൽ പ്രസംഗിക്കാനുള്ള ഒരു ധൈര്യം തന്നത്, ഒരു സംഘാടകൻ എന്ന രീതിയിൽ നമുക്ക് ഒരു എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കഴിവും ഒക്കെ കിട്ടിയത് പയ്യന്നൂർ കോളേജിൽ നിന്നാണ്. അതോടൊപ്പം നല്ല സൗഹൃദം, അതോടൊപ്പം പ്രണയം. ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ ഒരു ആളെയെല്ലാം ഒരുപാട് ആരാധികമാരെ തേടി വന്നിട്ടുണ്ടാവും. പ്രപ്പോസൽസ് ഒക്കെ കുറെ വന്നിട്ടുണ്ടോ?
പ്രൊഫഷൻസ് ആ രീതിയിൽ എൻ്റെ ഇല്ല. അല്ലാതെ സ്വാഭാവികമായിട്ടും ക്യാമ്പസാണ്, സൗഹൃദങ്ങളിൽ ചില വർത്തമാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത്തരം ചില സൗഹൃദ സംഭാഷണങ്ങൾ, അതിന് ഞാൻ ആ രീതിയിലാണ്, അത്തരം ചില സൗഹൃദ സംഭാഷണങ്ങൾ. പ്രണയവും പഠനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അല്ല, തീർച്ചയായും അതുകൂടി നമുക്ക് നൽകിയത് പയ്യന്നൂർ കോളേജാണ്. അതിൽ ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ 2ാം നിലയിലാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ അറിയാലോ, BSc ഫിസിക്സ് ആകുമ്പോൾ പൂർണ്ണ സമയം തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ കൂടി ഉള്ളതുകൊണ്ട് ലാബ് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ പയ്യന്നൂർ കോളേജിലെ ടീച്ചർമാർ, അന്നത്തെ പ്രിൻസിപ്പൾ നാരായണ മാഷ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ടീച്ചർമാർ, ഇപ്പോൾ പത്മ ടീച്ചറുണ്ട്, രാജീവ മാഷുണ്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ പറയാനുണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ ഗീത ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഓർമ്മയില്ല. അപ്പോൾ അവരൊക്കെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും SFIയുടെ സംഘടനാ പ്രവർത്തനം, യൂണിയൻ പ്രവർത്തനമൊക്കെ വരുമ്പോൾ ലാബ് മിസ്സായി പോകും. അപ്പോൾ ലാബ് മിസ്സായി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിശ്ചിത പ്രാക്ടിക്കൽ ചെയ്തില്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. എന്നെ അവസാനം മിസ്സായതൊക്കെ സാധാരണ എല്ലാവരും അനുവദിക്കാറൊന്നുമില്ല, പക്ഷെ ഇവിടുത്തെ ടീച്ചർമാരെന്നെ അങ്ങേയറ്റം സഹായിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം അങ്ങനെ ആ സഹായം കൂടി അധ്യാപകരിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് പഠനവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും യൂണിയൻ പ്രവർത്തനവും അതിനൊപ്പം ചേർന്ന് ഈ പ്രണയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയത്തിനായി ക്യാമ്പസിലൊരു സമയമൊന്നും ഞാൻ ചിലവഴിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും അങ്ങനൊരു പ്രണയത്തിന് വേണ്ടി ഒരു സമയം ചിലവഴിക്കുക എന്നൊന്നും ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 കാര്യങ്ങളാണ്, പഠനവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും. അതിൽ കൂടുതൽ ഞാൻ ഇടപെട്ടതും യൂണിയൻ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ടീച്ചർമാർ അങ്ങേയറ്റം സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ലാബ് ഉൾപ്പെടെ ആ ഘട്ടത്തെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പയ്യന്നൂർ കോളേജിൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. അത് എല്ലാം കൊണ്ടാണ് പയ്യന്നൂർ കോളേജിനോടുള്ള ഒരു പ്രണയമുണ്ട്. അത് ഒരുപക്ഷെ ഞാനൊക്കെ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പോയിട്ട് ഞങ്ങളൊക്കെ ബാച്ച് എവിടെ പോയാലും എങ്ങനെയെങ്കിലും ഒന്ന് പയ്യന്നൂർ കോളേജിൽ ഇവിടെ വന്ന് ക്യാൻറ്റീനിൽ നിന്നൊരു ചായ കുടിച്ചാൽ, അപ്പോൾ നമുക്ക് കിട്ടിയൊരു അനുഭവം മറ്റൊന്ന് വെച്ചാൽ മറ്റ് വിദ്യാർത്ഥികളെക്കാൾ നമ്മൾ കഴിഞ്ഞപ്പോൾ SFIയുടെ ജില്ലാ പ്രസിഡൻറ്റും ഒക്കെ ആയപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും നിരന്തര കോളേജിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചില MLA ആയതിനു ശേഷം ചില വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരുപാട് ജോലി, ഞാൻ പാസ് ഔട്ടായതിനു ശേഷമുള്ള എത്രയോ ബാച്ചുകളുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് എൻ്റെ മോളപ്പനും മോൻ്റപ്പനും പഠിച്ചതാണ്. കാരണം അന്നേരം അവരും ധരിച്ച് നമ്മൾ ഇപ്പോൾ അന്ന് ആ ടൈമിലും നമ്മൾ കോളേജിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം പയ്യന്നൂർ കോളേജിൻ്റെ ഭാഗമായി ഒരുപാട് കാലം പോവുക എന്നത്, ആ ഫൈനൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളും നമ്മളൊക്കെ പറയൽ ഡിഗ്രി ഒരു 6 കൊല്ലമാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പയ്യന്നൂർ കോളേജ്. പയ്യന്നൂർ കോളേജിലെ അനുഭവം, ഞാനിതിൻ്റെ തൊട്ട് അടുത്താണ്. എൻ്റെ വീട് പയ്യന്നൂർ കോളേജിൽ നിന്ന് ബെല്ലടിക്കുന്ന എൻ്റെ വീട്ടിൽ വെക്കും, തൊട്ടടുത്താണ്. പക്ഷേ എത്രയോ രാത്രികൾ ഞാൻ കടന്നുറങ്ങിയത് ഈ പയ്യന്നൂർ കോളേജ്. ഞങ്ങൾ ഒരുപാട് പേര് രാത്രി ഇലക്ഷൻ പ്രവർത്തനം, അതുപോലെ പ്രചരണം, ഡെക്കറേഷൻ. അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ കോളേജിൽ തന്നെ നമുക്ക് നിന്ന് കാണാം. ഈ ക്ലാസ് മുറിക്കകത്ത് ഈ മെയിൻ ബ്ലോക്കിലെയൊക്കെ ബെഞ്ചിനും ഡെസ്കിനും നമ്മൾ കടന്നുറങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഫിസിക്സ് ക്ലാസ്സിൽ രാവിലെയും രാത്രിയും കടന്ന ഒരാൾ ഞാൻ ഉണ്ടാവും. കാരണം അവിടെ 2ാം നിലയിലായതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട്, അപ്പോൾ ഒരു വലിയ അനുഭവം പയ്യന്നൂർ കോളേജുമായിട്ട് ചേർത്ത് വെച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനം, അതിൽ നമ്മൾ ഈ രൂപപ്പെടുത്തിയെടുക്കുന്നതിലുള്ള സ്വാധീനം, നമ്മുടെ പഠനകാലം, നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ പാതിയെ ലൈഫ് പാർട്ട്ണറെ നമ്മളോടൊപ്പം ചേർത്തതും ആ പ്രണയത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ പയ്യന്നൂർ കോളേജിൽ. അതോടൊപ്പം സൗഹൃദം, ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ അന്നേരം SFI KSU ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ആ കാലത്തെ KSU പ്രവർത്തകരോട് സൗഹൃദപരമായ രാഷ്ട്രീയം നമുക്ക് എന്നും നിലനിർത്തി. ഞാൻ ഇപ്പോൾ MLA ആയതിനു ശേഷം ഇപ്പോൾ പല വീട്ടിലും, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഏറ്റവും സജീവമായ KSU പ്രവർത്തകർ, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മണ്ഡലത്തിൽ തന്നെയാണ്, വീട്ടിലൊക്കെ പോയി ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നു. ആ സൗഹൃദം ഇപ്പോഴും എല്ലാ തലത്തിലും നിർത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സൗഹൃദ ബന്ധം, അധ്യാപകരുമായിട്ടുള്ള സ്നേഹം, അതൊക്കെ ഇപ്പോഴും പയ്യന്നൂർ കോളേജ്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് പയ്യന്നൂർ കോളേജിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര സന്തോഷമായത്. പയ്യന്നൂർ കോളേജിൽ നിന്ന് ചെയ്യാം. കാരണം ഒരുപക്ഷെ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫോട്ടോഷൂട്ടും എല്ലാ കാലത്തും നടന്ന പയ്യന്നൂർ, ഇപ്രാവശ്യം ഒരുപാട് ഫോട്ടോസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എടുത്തതും ഈ പയ്യന്നൂർ കോളേജിൽ നിന്നാണ്. ആ എന്തോ ഒരു ബന്ധം പയ്യന്നൂർ കോളേജായിട്ടല്ല. പിന്നെ ബാക്കി എല്ലാവർക്കും കിട്ടാത്തൊരു അനുഭവം പയ്യന്നൂർ കോളേജിൽ എനിക്കുണ്ട്. കാരണം ഞാൻ കളിച്ചു വളർന്നത് ഈ വരാന്തകളിലാണ്. കാരണം നമ്മൾ പണ്ട്
ഈ ചുമര് പിടിച്ച് കളിയൊക്കെ നാട്ടിൽ നിന്ന് വന്ന് കളിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്നാണ് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത്. ഇവിടെ നിന്നാണ് വളർന്നത്. ഒരുപക്ഷെ എൻ്റെ ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകൾ തന്നെ ഒരുപാടുണ്ട്. ജോൺസി മാഷുമായിട്ടും ഇവിടെ പിന്നെ കുഞ്ഞുണ്ണി മാഷ് പയ്യന്നൂർ കോളേജിൽ ഞാൻ UP സ്കൂൾ പഠിക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒന്ന് ക്ലാസ് കട്ട് ചെയ്യുന്നത് കുഞ്ഞുണ്ണി മാഷെ കാണാൻ വേണ്ടിയിട്ടാണ്. എടാട്ട് UP സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് ഒരു അംബാസിഡർ കാറിൽ, അപ്പോൾ കുഞ്ഞുണ്ണി മാഷൊക്കെ കവിതകളൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവെല്ലിന് വിട്ടപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു 3-4 ആൾ മെല്ലെ കുഞ്ഞുണ്ണി മാഷെ കാണും. ഈ സ്റ്റേജിലാണ് കുഞ്ഞുണ്ണി മാഷ് പ്രസംഗിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങാ മൂലയിൽ നിന്നപ്പോൾ നമ്മളെ മാഷ് ഇവിടെ വന്നിട്ട് ചെവിക്ക് പിടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ കുറേ ഓർമ്മകളുണ്ട്. തീപ്പെട്ടി കൂട് വറക്കാൻ വേണ്ടിയിട്ട് വരുന്ന പയ്യന്നൂർ കോളേജിലാണ്. പണ്ട് ഈ സുവോളജിയിലൊക്കെ പിന്നെ കൂറയെ കൊണ്ടുവരും. അപ്പോൾ അത് തീപ്പെട്ടി കൂടിനകത്താണ് കൊണ്ടുവരിക. അപ്പോൾ പഴയ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് അപ്പുറം ഇപ്പോൾ മാറി ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ, അപ്പോൾ ആ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജനകിൻ്റെ പിറകെ പോയാൽ ഈ കൂറേനെ കൊണ്ടുവന്ന് തീപ്പെട്ടി കൂട് കിട്ടും. നമ്മൾ ആ കാർഡ് കളിക്കാൻ തീപ്പെട്ടി കൂട് വെച്ചിട്ട്. അപ്പോൾ അപ്പോൾ കോളേജുമായിട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ബന്ധമുണ്ട്. അത് ഈ നിമിഷം വരെ തുടരുന്നുണ്ട്. എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വാധീനം ചെലുത്തിയ, ഒരുപക്ഷെ എനിക്ക് വളരെ വൈകാരികമായ ഒരു സ്ഥലമാണ് ഈ പയ്യന്നൂർ കോളേജിനെ പറ്റി പറഞ്ഞാലും തീരില്ല. അത് എനിക്ക് അത്രയും വൈകാരികതയുള്ളൊരു കേന്ദ്രം. അപ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു MLA എന്ന നിലയിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ MLA ആയി വന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കല്യാശ്ശേരിയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ എടുത്തുകൊണ്ടുള്ള നിരവധി പ്രവർത്തനം നടത്തി. ഇപ്പോൾ കല്യാശ്ശേരിയിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളിനും മികച്ച കെട്ടിടം എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അതിൽ ബഹുഭൂരിപക്ഷവും പൂർത്തീകരിച്ചു. ചിലതിന് ഫണ്ട് വെച്ചതിന് നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 4 കോടിയുടെ 5 കെട്ടിടങ്ങൾ ഇപ്പോൾ പണി പൂർത്തിയായി. കുഞ്ഞുമംഗലം സ്കൂളിൽ അത് ഉദ്ഘാടനം ചെയ്തു. 3 നില കെട്ടിടമാണ്. മാട്ടൂലിൽ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരിയിൽ വർക്ക് നടക്കുകയാണ്. കൊട്ടിലയിലും ചെറുകുന്നിലും ബോയ്സിലും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളും ഇപ്പോൾ ഒരു സ്കൂളിനും പരാതി വരാത്ത വിധത്തിൽ മികച്ച കെട്ടിടങ്ങളിലേക്ക് മാറി. അപ്പോൾ മികച്ച കെട്ടിടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ MLA ഫണ്ടിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മുഴുവൻ സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ ലാബ് കൊടുത്തു. അത് LP UPയിൽ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് വ്യത്യാസമൊന്നും വെച്ചില്ല. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്ക് ഉൾപ്പെടെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ അത്യാധുനികമായ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഞങ്ങൾ ആദ്യ ഒരു പ്രൊജക്റ്റ്, അത് കുഞ്ഞുമംഗലം സെൻട്രൽ UP സ്കൂളിലാണ് അത് വരുന്നത്. AI റോബോട്ടിക് ലാബ്. അത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒരു സ്കൂളിൽ മാത്രമല്ല, എല്ലാ സ്കൂളിലെയും കൊണ്ടുവരണം. ഒരുപാട് പരിപാടി, LSS USS പരിശീലനം, SLC+ അനുമോദനം, AI പരിശീലനം, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അതിലോടൊപ്പം ചേർത്തിട്ടാണ് കേരളത്തിൽ 7 ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലാംഗ്വേജ് സെൻറ്ററുകൾ അനുവദിക്കുകയുണ്ടായി. അതിൽ 2ാമത്തെ ലാംഗ്വേജ് സെൻറ്റർ അത് കല്യാശ്ശേരിയിലാണ്. ഇപ്പോൾ പ്ലാത്രയിൽ ഇപ്പോൾ ജർമ്മനും സ്പാനിഷും അതുപോലെ തന്നെ അറബിക്കും അങ്ങനെയുള്ള വിദേശ ഭാഷകൾ പഠിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. 6 മാസത്തെ കോഴ്സ്, ഗവൺമെൻറ് അപ്രൂവൽ കോഴ്സ്, ലോകത്ത് എവിടെ പോയാലും ആ സർട്ടിഫിക്കറ്റിന് അത്രമാത്രം വാല്യൂ ഉള്ള കോഴ്സ് അത് നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരാണ് കത്തൊക്കെയായി വരും. ചിലപ്പോൾ ചെറിയ കഷ്ണം കടലാസിലൊക്കെ കത്തെടുത്തിട്ട് എൻ്റെ മോൻ ഇങ്ങനെ കോഴ്സ് കഴിഞ്ഞു, മോള് കോഴ്സ് കഴിഞ്ഞു, അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണം. ഇത് ഒരുപാട് കേട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഞാൻ സഹായിച്ചു കൊടുത്തു. ചിലതൊക്കെ അമ്മമാരോട് അവരോടൊക്കെ പറയും, നിങ്ങൾ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറ. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് അത്രമാത്രം ഒഴിവുകൾ വരുന്നില്ല. അപ്പോൾ അതിനൊരു സംവിധാനം വേണം. ആ ആലോചനയിലാണ് നമ്മുടെ തൊഴിൽ വകുപ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി അദ്ദേഹത്തോട് അണ്ണൻ നമ്മൾ വിളിക്കുക, അണ്ണനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം മോഡൽ കരിയർ സെൻറ്റർ അനുവദിച്ചു. അത് മാങ്ങാട്ടുപറമ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയോട് അന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലം ചോദിച്ചു. അന്നത്തെ VC ഗോപിനാഥ് സാർ, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, അദ്ദേഹം നമുക്ക് സൗജന്യമായിട്ട് സ്ഥലം അനുവദിച്ചു. ആ സ്ഥലത്ത് ഇപ്പോൾ മോഡൽ കരിയർ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ പോവാം. കല്യാശ്ശേരി മണ്ഡലത്തിനകത്തും പുറത്തുള്ള ആർക്കും വരാം. തൊഴിൽ എവിടെയൊക്കെ ലഭ്യമാവും, ആ തൊഴിൽ കിട്ടണമെങ്കിൽ എന്തൊക്കെ പരിശീലനമാണ്, ആ പരിശീലനം ഉൾപ്പെടെ കൊടുക്കുന്ന സെൻ്ററാണ്. ഇപ്പോൾ പയ്യന്നൂർ കോളേജിൽ തന്നെ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് കുസാറ്റുമായി ചേർന്നിട്ട്
ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, അത് പയ്യന്നൂർ കോളേജിലാണ് ആ സെൻറ്റർ ആരംഭിക്കുന്നത്. അതും അതിൻ്റെ പ്രവർത്തനവും നടക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ ഇനിയും എല്ലാം ഒന്നല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല കെട്ടിടങ്ങൾ വന്നു, നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുകയാണ്, അതോടൊപ്പം നല്ല അക്കാഡമിക് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്, നല്ല പരിശീലന പരിപാടികൾ. ഇപ്പോൾ SLC +2 കുട്ടികൾക്ക് ഒക്കെ പരിശീലന പരിപാടികൾ പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കായികത്തിൽ ഫോക്കസ് വരികയാണ്, അതോടൊപ്പം കലയിൽ. ഇപ്പോൾ അത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സിനിമ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ സ്കൂളുകളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. സിനിമ മീൻസ് സിനിമയും നാടകവും, സിനിമയും മാത്രമല്ല സിനിമയും നാടകവും പഠിപ്പിക്കാൻ. അതോടൊപ്പം ഒരു സ്കൂള് ഇൻ്റർനാഷണൽ LP സ്കൂളാക്കുന്നുണ്ട്. അത് ചെറുകുന്ന് ബോർഡ് സ്കൂളാണ്. 5 കോടി രൂപ ചെലവ്, അല്ലെ MLA ഫണ്ട് കൂടി വെച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു ഗവൺമെൻറ് LP സ്കൂളിനെ മാറ്റുകയാണ്. അപ്പോൾ അതിന് കെട്ടിടം എടുത്തു. ഇനിയിപ്പോൾ അത്യാധുനികമായ സംവിധാനങ്ങളുണ്ട്, അതിൻ്റെ നടപടി നടക്കുകയാണ്. അതിൽ ഒരു ഭാഗം ടെൻഡർ ചെയ്തിട്ടുണ്ട്, പ്രവൃത്തി തുടങ്ങുകയാണ്. മറ്റൊരു ഭാഗം ടെൻഡർ സ്റ്റേജിലാണ്. അപ്പോൾ അതും നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഭാവിയിൽ എല്ലാ സ്കൂളുകളും അതിലേക്ക് മാറ്റുക. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും ടച്ചിങ് ആയി എന്ന് പറയുന്നത്, ഹൃദയസ്പർശമായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അംഗൻവാടികൾക്ക് കിടക്ക കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് അല്ലേ? ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ അല്ലേ അത്തരം ഒരു പദ്ധതി. അത് എങ്ങനെയായിരുന്നു അത് യഥാർത്ഥത്തിൽ ഞാൻ കടന്നപ്പള്ളിയിൽ വൈകിട്ട് ഒരു അംഗനവാടി പോയി. അപ്പോൾ മക്കളിങ്ങനെ ശബ്ദം കേട്ട് ഞാൻ അംഗനവാടി കയറി. അപ്പോൾ ഉറങ്ങി എണീച്ച മക്കളുടെ മുഖത്ത് മുഴുവൻ ഇങ്ങനെ ചുവന്ന പാടാണ്, ഇങ്ങനെ വീങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ടീച്ചറോട് ചോദിച്ചാൽ, ടീച്ചർ ഇതെന്താ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ പായിൽ കിടന്നിട്ടാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ പായിലിപ്പോൾ മക്കൾ കിടക്കുന്നുമില്ല, ഓരോരാളെ കാമക്കിടത്തിയിട്ട് ഉറക്കിയിട്ടാണ് ഈ പായിലേക്ക് കിടത്തുക. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചാൽ, ഇത് ബെഡായിക്കൂടെ? അത് ബെഡാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് ആലോചിച്ചാലോ, നല്ലതാണ്. അന്നേരം ആ ടീച്ചർ അപ്പോൾ തന്നെ പറഞ്ഞു, മൂത്രമൊഴിച്ചാൽ പ്രശ്നമാവാത്ത ബെഡാണെങ്കിലേ പറ്റൂല MLA എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് കയർ ഫെഡുമായിട്ട്, അതിൽ 2 ഭാഗമുണ്ട്. അപ്പോൾ കയർ തൊഴിലാളികൾക്ക് കയർ ഫെഡ് വഴി ചെയ്യുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ അങ്ങനെയാണ് കയർ ഫെഡ് വഴി കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും ബെഡ് കൊടുത്തു. അപ്പോൾ പകൽ സമയം ഞാൻ പറഞ്ഞു, ചുമരിൽ ചാരി വെക്കാൻ പറഞ്ഞു. അപ്പോൾ മക്കൾ ഒക്കെ ഒന്നൊരു ഉന്തും തള്ളൊക്കെ ഉണ്ടായാലും ഒരു വീഴില്ല, തലമുട്ടില്ല. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഇപ്പോൾ ഞാൻ പല അംഗനവാടിയിലൂടെ പോകുമ്പോൾ ഒന്ന് കയറി നോക്കും, കുട്ടികളൊക്കെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതല്ലേ അനുഭവങ്ങളാണ്. അതോടൊപ്പം ഭിന്നശേഷി കുട്ടികൾ, ഞാൻ ടച്ചിങ് ആയത് ചോദിച്ചത്, ഞാൻ ഭിന്നശേഷി മക്കളുടെ BRC നടത്തുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഒഴിവാക്കാതെ, എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഒഴിവാക്കാതെ പോകുന്ന ഒരാളാണ്. കാരണം അതുകൊണ്ട് തന്നെ ഒരുപാട് മക്കളുടെ സ്നേഹം, ഞാൻ എവിടെ പോലെ ഏത് ആൾക്കൂട്ടത്തിലായാലും ആ മക്കൾ എൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട് വളരെ സൗഹൃദത്തിൽ. ഞാനത് ഒരു ചാനലിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തെ വൈകാരികതയിൽ ഞാൻ പറയുന്നില്ല, എൻ്റെ മനസ്സിൽ ടച്ചിങ് ആയ. അപ്പോൾ ഞാൻ ഒരു CSR ഫണ്ട് കല്യാശ്ശേരി മണ്ഡലത്തിന് കെൽട്രോണിനോട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് അവർക്കുള്ള ഉപകരണങ്ങൾ കൊടുക്കലാണ്. അപ്പോൾ അതിൽ ഞാൻ ഇലക്ട്രിക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തപ്പോൾ ഉണ്ടായ അവരുടെ ഒരു ആവേശമുണ്ട്. അത് തീർച്ചയായും ഹിയറിംഗ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ചില മക്കൾ പൂർണ്ണമായും ബെഡിലായ മക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്റ്റീരിയോ സിസ്റ്റമാണ് വേണ്ടതെന്നാണ്, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പാട്ട് കേൾക്കാൻ. കാരണം മക്കളും, അപ്പോൾ അവർക്ക് സ്റ്റീരിയോ സിസ്റ്റം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട്. ഇതെല്ലാം ഈ ഒരു MLA വർക്കിനിടയിൽ നമുക്ക് ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആത്മസംതൃപ്തി നൽകുന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട് എന്നതും അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അഭിമാനകരമായ ഭാഗമായിട്ട് ഞാൻ കാണാം.